സുനിത കൃഷ്ണന്റെ ഷെയിം ദി റേപ്പിസ്റ്റ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് കൂടുതൽ വീഡിയോകൾ പുറത്തുവരുമ്പോൾ പ്രതികൾക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയും ചെയ്യുന്നു. ശക്തമായ പ്രചാരണം നടത്തിയ സുനിത കൃഷ്ണന് നേരെ ആക്രമണവുമുണ്ടായി. പ്രതികളെ തിരിച്ചറിഞ്ഞ് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഓരോരുത്തരുടെയും സഹായം സുനിത കൃഷ്ണൻ ആവശ്യപ്പെടുമ്പോൾ സമൂഹത്തിന്റെ ബാധ്യതയാണിതെന്ന് അവർ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു അവരുടെ ക്യാമ്പയിനിലൂടെ. കൂട്ടബലാത്സംഗത്തിന്റെ അതിക്രൂരമായ ദൃശ്യങ്ങൾ, പിടയുന്ന സ്ത്രീത്വത്തിന്റെ ദൈന്യതയും വേട്ടനായ്ക്കളുടെ ചീറുന്ന പുഞ്ചിരിയും. സോഷ്യൽ മീഡിയകളിൽ കൂട്ടബലാത്സംഗത്തിന്റെ കൂടുതൽ വീഡിയോകൾ പ്രചരിക്കുമ്പോൾ ആധുനിക സാമൂഹിക ഭൂപടത്തിൽ സ്ത്രീകളോടുള്ള അതിക്രമം അത് മാനസികമായും ശാരീരികമായും എത്രമാത്രം വർദ്ധിക്കുന്നു. ഇന്ത്യയിൽ ഓരോ മണിക്കൂറിലും 2 ബലാത്സംഗങ്ങൾ. ഇരകളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുന്നു. വേട്ടനായ്ക്കൾ രക്ഷപ്പെടുന്നതും വർദ്ധിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഷെയിം ദി റേപ്പിസ്റ്റ് ക്യാമ്പയിനുമായി സോഷ്യൽ ആക്ടിവിസ്റ്റ് സുനിത കൃഷ്ണൻ രംഗത്തെത്തുന്നത്. നിലപാടിന് അവർ ആക്രമിക്കപ്പെടുകയും ചെയ്യുന്നു. വീഡിയോകൾ സംസാരിക്കുമ്പോൾ വേട്ടനായ്ക്കളുടെ മുഖങ്ങൾ തെളിയുന്നു. അവരുടെ പുഞ്ചിരിയും പൊട്ടിച്ചിരിയും ആക്രോശവും. ക്രൂരതയുടെ ഈ മുഖങ്ങൾ തിരിച്ചറിയപ്പെട്ടാൽ നിയമത്തിന്റെ മുന്നിൽ ഇവരെ എത്തിക്കേണ്ടത് സാമൂഹിക പ്രതിബദ്ധത. ആ പ്രതിബദ്ധത ഓരോ ഇഞ്ചും ഓർമ്മിപ്പിച്ചും ഓർത്തും കൊണ്ട് ഈ പോരാട്ടത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. ന്യൂസ് ഡെസ്ക്. ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ സാമൂഹ്യ പ്രവർത്തക ജയഗീത ചേരുന്നു. ശ്രീമതി ജയഗീത, പീപ്പിൾ TV ഈ ദൃശ്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ബലാത്സംഗത്തിന്റെ ക്രൂരത അത് ഓർമ്മപ്പെടുത്തുമ്പോൾ ഇരകളുടെ കരച്ചിൽ, വേട്ടക്കാരന്റെ ചിരി അതുതന്നെയാണ് ലക്ഷ്യമിടുന്നത്. അത് ഓരോരുത്തരുടെയും മനസ്സിൽ ഉണ്ടാക്കേണ്ട വികാരം ഏതു തരത്തിലാണ്? അതോടൊപ്പം നമ്മുടെയൊക്കെ കടമ, താങ്കളടക്കം ഞാനടക്കം ഈ സമൂഹത്തിന്റെ കടമ ഏതു തരത്തിൽ എങ്ങനെ കാണുന്നു? തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ സമൂഹം എന്ന വാക്കിനെ തന്നെ അപ്രസക്തമാക്കുന്ന തരത്തിലേക്ക് നമ്മൾ വ്യക്തികൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്, നമ്മൾ ദയനീയമായ ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എങ്കിൽ കൂടി ഭൂരിഭാഗം പേർ അങ്ങനെയല്ല എന്ന് കാട്ടിത്തരുന്ന കുറെ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സുനിത കൃഷ്ണനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കാണുന്നത്. സമൂഹത്തിൽ ഓരോ വ്യക്തിയും അനുഭവിക്കുന്ന ദുരന്തങ്ങൾ, അവരനുഭവിക്കുന്ന വേദനകൾ, അതെല്ലാം തന്നെയും തങ്ങളുടെ വേദനയാക്കി മാറ്റാൻ കഴിയേണ്ടതുണ്ട് മനുഷ്യന്. അത്തരത്തിൽ ഇന്നത്തെ മനുഷ്യൻ മാറുന്നില്ല എന്നുള്ള ഖേദകരമായ അവസ്ഥ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോഴും നമ്മൾ മനുഷ്യരുടെ വേദനകളെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ന് മനുഷ്യ വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ വേദനകൾ അനുഭവിക്കുന്നത്, ഇന്നിപ്പോ ഇര എന്ന പദത്തിന് പോലും സമാനമായി അതിന് സമാനമായ അർത്ഥം വരുന്ന തരത്തിലേക്ക് സ്ത്രീ എന്ന വാക്ക് എഴുതി ചേർക്കുന്ന തരത്തിൽ അത്യന്തം ദുഃഖകരമായ ഒരു അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ ഇന്നുണ്ട് ആ വാക്കിന്. അത്രമേൽ ആ വിഭാഗം മനുഷ്യർ വേദനകളും യാതനകളും ക്രൂരമായ മാനസിക, ശാരീരിക, ലൈംഗിക പീഡനങ്ങളും അനുഭവിക്കുന്നുണ്ട്. അത് ഈ ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാണ്. കാരണം അങ്ങേയറ്റം, അതായത് ഒരു മനുഷ്യന്റെ കാമപൂർത്തീകരണത്തിന് വേണ്ടി മാത്രമല്ല, അതിനുമപ്പുറത്തേക്ക് ഒരിക്കലും മൃഗങ്ങൾ പോലും കാട്ടാത്ത തരം ക്രൂരമായ അവസ്ഥകളാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിലൂടെ കാണുന്നത്. അത്തരത്തിൽ മനുഷ്യനെ ആക്രമിക്കുന്ന ഈ ദൃശ്യങ്ങളിലൂടെ വെളിപ്പെടുന്നത്, അതിൽ ഒരു വിഭാഗം ആക്രമിക്കപ്പെടുന്നവരുടെ മേൽ ആക്രമണം ചൊരിയുന്ന ആളുകൾ മനുഷ്യർ പോലും അല്ല എന്ന് കരുതുന്ന തരത്തിലേക്ക്, അങ്ങനെ കരുതേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ അധപ്പതിച്ചു പോയിരിക്കുന്നു. പക്ഷെ ഇവിടെ നമ്മൾ കാണേണ്ട പ്രധാനമായ ഒരു വസ്തുത, ഇത്തരം അവസ്ഥകളിൽ ഒരുപാട് പേർ ശബ്ദിക്കാതിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ അവസ്ഥ. അതിൽ പുരുഷന്മാരും സ്ത്രീകളും അടങ്ങുന്ന സമൂഹം ഉൾപ്പെടും എന്നതാണ്. അതാണ് ഏറ്റവും പ്രാധാന്യമുള്ള ഇന്ന് കൈരളി പീപ്പിൾ ചർച്ച ചെയ്യുന്ന ഈ വിഷയത്തിന്റെ പ്രസക്തമായ ഒരു ഭാഗം അവിടെയാണ് നിലനിൽക്കുന്നത്. കാരണം മനുഷ്യർ ഇന്ന് ആർക്കെന്ത് തന്നെ സംഭവിച്ചാലും തിരിച്ച് യാതൊന്നും പ്രതികരിക്കാതെ സ്വന്തം സുഖങ്ങളിലേക്ക്, സ്വന്തം സൗകര്യങ്ങളിലേക്ക്, സ്വാതന്ത്ര്യമെന്നാൽ സ്വന്തം സ്വാതന്ത്ര്യമാണ് എന്ന് ചുരുക്കി കാണുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറ്റപ്പെട്ടിരിക്കുന്നു. വിദ്യാസമ്പന്നരായ നമ്മൾ ഒട്ടും വിവേകമതികളാകാതെ മാറിപ്പോയിരിക്കുന്നു എന്ന ദുഃഖകരമായ അവസ്ഥ. അവിടെ സുനിത കൃഷ്ണനെ പോലെ നമ്മൾ ഓരോരുത്തരെയും പോലെ മാധ്യമങ്ങൾ അടക്കം കാട്ടുന്ന ഈ ജാഗ്രത അങ്ങേയറ്റം അഭിനന്ദനീയമാണ്. പക്ഷെ അവിടെ എനിക്ക് പറയാനൊരു കാര്യമുണ്ട്. ഈ പ്രതിബദ്ധതയെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ
സാമൂഹ്യ പ്രതിബദ്ധതയെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ എന്നോട് താങ്കൾ ചോദിച്ചതുപോലെ ഇത്തരം അവസ്ഥകളിൽ നമ്മൾ പ്രതികരിക്കേണ്ടതില്ലേ എന്ന് ചർച്ച ചെയ്യുമ്പോൾ പ്രതികരിക്കുന്ന ആളുകളുടെ അവസ്ഥ അത് നമ്മൾ ഏറ്റവും കൂടുതൽ വിശകലനം ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ ശ്രീമതി സുനിതാകൃഷ്ണന് സംഭവിച്ചത് എന്താണ്? പ്രതികരിച്ചപ്പോൾ അവർ നേരിട്ട ഏറ്റവും വലിയ ഒരുപാട് കാലം കൊണ്ട് ഇത്തരം പ്രതികരണങ്ങളിലൂടെ അവർ ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. അവരുടെ ജീവന് തന്നെ ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുകയാണ്. അതുപോലെ നിരവധിയായിട്ടുള്ള സ്ത്രീകൾ ഇത്തരം പ്രതികളാക്കപ്പെടുന്ന സ്ത്രീകളുണ്ട്. പ്രതികരണങ്ങൾ നടത്തുന്ന സ്ത്രീകൾ പ്രതികളാക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. അത് നമ്മൾ വളരെ കർശനമായി ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്ന അവസരത്തിൽ. കാരണം സാമൂഹ്യ പ്രതിബദ്ധത എന്തുകൊണ്ട് ഒരുപക്ഷെ മനുഷ്യർ കാട്ടുന്നില്ല? അത് പലതരത്തിലുണ്ട്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. സാമൂഹ്യ പ്രതിബദ്ധത കൃത്യമായുള്ള ആളുകൾ പോലും കാട്ടാതിരിക്കുന്ന അവസ്ഥയുമുണ്ട്. അത് നമ്മൾ കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഒരു സ്ത്രീ ഒരു പ്രത്യേകമായ വെല്ലുവിളി നേരിടുമ്പോൾ അല്ലെങ്കിൽ ഒരു ആക്രമണം നേരിടുമ്പോൾ അവർ പ്രതികരിച്ചു കഴിഞ്ഞാൽ നാളെ അവരെ കാത്തിരിക്കുന്നത് വലിയ പ്രതിസന്ധികളുടെ ഒരു ലോകമാണ്. കാരണം ഉദാഹരണത്തിന് ഞാൻ അടക്കമുള്ള സ്ത്രീകൾ പ്രതികരിക്കുന്ന സ്ത്രീകളുടെ അവസ്ഥ ഈ സമൂഹത്തിൽ വളരെ ദയനീയമാണ്. അതിൽ ചുരുക്കം ചില ആളുകളായിരിക്കും പ്രതികളായ ഇത്തരം ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകളുടെ സമാന ചിന്താഗതിക്കാരായ മനുഷ്യർ. അവിടെ വലിയൊരു ഐക്യപ്പെടലുണ്ട്. അത് നമ്മൾ കാണാതെ പോകരുത്. കാരണം നമ്മളെപ്പോഴും ശിക്ഷ കൊടുക്കുന്നതിനെ പറ്റി സംസാരിക്കുമ്പോൾ, ശിക്ഷിക്കപ്പെടുന്നതിനെ പറ്റി സംസാരിക്കുമ്പോൾ, ഒറ്റപ്പെടുത്തുന്നതിനെ പറ്റി സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ കുറ്റം ചെയ്യുന്നവരെ മാത്രമായി കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളെപ്പോഴും അവരെ മാത്രം ശിക്ഷിച്ചുകൊണ്ട് കാര്യം നടന്നിട്ടില്ല. കാരണം ഇന്നിപ്പോ സമൂഹത്തിൽ നിലനിൽക്കുന്ന സ്ത്രീയെ സംബന്ധിക്കുന്ന അങ്ങേയറ്റം സങ്കുചിതമായ ഒരു കാഴ്ചപ്പാടുണ്ട്. സ്ത്രീ ശബ്ദിക്കാനേ പാടില്ല എന്ന ഇന്നും വികലമായ കാഴ്ചപ്പാട് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ അന്തർലീനമായി കിടക്കുന്നു എന്നതിന് തെളിവാണ് ശബ്ദിക്കുന്ന സ്ത്രീയോട്, പ്രതികരിക്കുന്ന സ്ത്രീയോട് സമൂഹത്തിൽ കൂടുതൽ പേരല്ലാത്ത ചെറിയ വിഭാഗം ആൾക്കാർ പുലർത്തുന്ന ഇത്തരം അനീതി അല്ലെങ്കിൽ അക്രമം, അവരെ വ്യക്തിഹത്യ ചെയ്യുക, അവരുടെ മൂല്യമില്ല എന്ന രീതിയിൽ വ്യക്തിപരമായി ആക്രമിക്കുന്ന തരത്തിൽ, ശാരീരികമായ ആക്രമണമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അവരുടെ വ്യക്തിത്വത്തെ പോലും ഇല്ലാതാക്കുന്ന അപവാദ പ്രചരണങ്ങൾ അടക്കം നടത്തുന്നവരെ കണ്ടെത്തി ശിക്ഷിക്കേണ്ട ഒരു അവസ്ഥ ഇന്നുണ്ട്. അത്തരം അവസ്ഥ നിലനിൽക്കുമ്പോൾ ഏതു തരത്തിലാകണം സമൂഹം മൊത്തത്തിൽ ഇക്കാര്യത്തോട് പ്രതികരിക്കേണ്ടതും അത് എത്രമാത്രം ആർജവമുള്ളതായിരിക്കണം? ഗാർഗി വിമൻ ഇനിഷ്യേറ്റീവ് നേതാവ് അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ നമ്മോടൊപ്പം ചേരും. ശ്രീമതി ജയഗീത, ദയവായി തുടരുക. അല്പസമയം കൂടി നെയിം ദി റേപ്പിസ്റ്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ വീഡിയോകൾ പുറത്തു വരുമ്പോൾ ഗാർഗി വിമൻ ഇനിഷ്യേറ്റീവ് സാരഥി അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, ഈ വീഡിയോകൾ പീപ്പിൾ ടി വി കൈകാര്യം ചെയ്യുമ്പോൾ അതിലെ ഇരകളുടെ ദൈന്യത, വേട്ടക്കാരന്റെ ആക്രോശം അത് ശബ്ദമായി ദൃശ്യമായി പ്രേക്ഷകരിലേക്ക് സന്നിവേശിപ്പിക്കുമ്പോൾ നാം ലക്ഷ്യമിടുന്നതും ഇതുതന്നെയാണ്, ആർജവമുള്ള നിലപാട് പ്രഖ്യാപനം. ആ നിലപാടുകൾ ശക്തമാകണമെന്ന് ജയഗീത നേരത്തെ ചൂണ്ടിക്കാണിക്കുമ്പോൾ നിയമപരമായ കാര്യങ്ങൾ അതിന് എത്രമാത്രമാണ് ശക്തി ഉണ്ടാകേണ്ടത്, അവിടെ സമൂഹത്തിന്റെ നിലപാട്, ഇത് രണ്ടും കൂടി ഏതു തരത്തിലാകണം അതിശക്തമായൊരു പ്രതിരോധമായി രാജ്യത്ത് വളരേണ്ടത്? ഇവിടെ കൃത്യമായിട്ട് തോന്നുന്നൊരു സംഗതി, ഞാൻ ഈ വീഡിയോ ഇപ്പോഴല്ല ഇതിന് മുൻപ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ ഒരു ഗ്രാമത്തിലെ ഒരു സ്ത്രീ റേപ്പ് ചെയ്യപ്പെടുന്ന ദൃശ്യം നമ്മുടെ ചെറുപ്പക്കാർ വളരെ ഒരു വൈറൽ, അതായത് വാട്സാപ്പിലൂടെയും മറ്റ് സംഗതിയിലൂടെയും ആസ്വദിക്കുന്ന രീതിയിലേക്കുള്ള സംസ്കാരമായിട്ട് മാറിയിരിക്കുകയാണ്. റേപ്പ് ചെയ്യുന്ന ആളുകൾ ചെയ്യുന്ന കുറ്റകൃത്യത്തിനൊപ്പം തന്നെ ഈ റേപ്പ് ആസ്വദിക്കുന്ന ഒരു തലമുറയോ അല്ലെങ്കിൽ ഒരു ജനസമൂഹം ഇവിടെ ഉണ്ടായി വന്നിരിക്കുകയാണ്. അപ്പം എന്താണ് ഈ റേപ്പിന് ഇരയാകേണ്ടി വരുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും ഒരു പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റുകൾ ചുറ്റുമുണ്ട് എന്ന് പേടിച്ച് നടക്കേണ്ടുന്ന സ്ത്രീകൾ എന്താണ് ചെയ്യേണ്ടതാണ് ഇവിടെ ആലോചിക്കേണ്ടത്. നിയമമുണ്ട്, നിയമത്തിൻ്റെ കർക്കശത നമ്മൾ കൂടുതൽ അത് ഡൽഹി റേപ്പ് കേസിലൊക്കെ നമ്മൾ കൊണ്ടുവന്നു. വീണ്ടും ക്രിമിനൽ അമെൻഡ് ചെയ്യാം, തൂക്കിക്കൊല്ലാം, പബ്ലിക്കായിട്ട് തൂക്കിക്കൊല്ലാൻ പറ്റില്ലല്ലോ, എന്ത് ചെയ്താലും കാര്യമില്ലല്ലോ. അപ്പോൾ ഒരു ഡെറ്ററൻറ്റ് ഫോഴ്സ് ഓഫ് ലോ അതിൻ്റെ കൃത്യമായി തന്നെ അതിൻ്റെ ഒരു ഫെയിലിയറാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം റേപ്പ് എന്നതിന് നൽകാവുന്ന പരമാവധി ശിക്ഷ നമ്മൾ നൽകിക്കഴിഞ്ഞു. പക്ഷേ എന്നിട്ടും ഇത്തരം സംഗതികൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ അത് ആസ്വാദ്യമായിട്ടുള്ളൊരു സംഗതിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നമ്മൾ കാണേണ്ടത്, ഇതിനെതിരായിട്ട് നിലനിൽക്കേണ്ടത് ഇതിനിരയാകുന്ന സ്ത്രീകളും അതുപോലെ തന്നെ അവരോടൊപ്പം സാധ്യമാവുന്ന ആളുകളും കൂടിയാണ്. അപ്പോൾ അവിടെയാണ് നമുക്കൊരു വലിയ മാറ്റം ആവശ്യമുള്ളത്. സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണ ശേഷി, പ്രതിരോധ ശേഷി വളർത്തിയെടുക്കേണ്ടതുണ്ട്. ആക്രമിക്കപ്പെടുമ്പോൾ ആ ഇര അവിടെ നിന്ന് കൊടുക്കുകയും വീണു കൊടുക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് മാറി
തീർച്ചയായും സെൽഫ് ഡിഫെൻസ് 96 മുതൽ 106 വരെയുള്ള ഇന്ത്യൻ പീനൽ കോഡിൽ പറയുന്ന സെൽഫ് ഡിഫെൻസ് ഉപയോഗിക്കാൻ ഉതകുന്ന തരത്തിലുള്ള മാനസിക ശാരീരിക ആർജവത്തിലേക്ക് സ്ത്രീകളെ വളർത്തിയെടുക്കുന്ന ഒരു സമൂഹം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് ഈ സന്ദർഭത്തിൽ നിയമങ്ങൾക്കപ്പുറം നമുക്ക് പറയാനുള്ള കാര്യം. എന്നാൽ നിയമത്തിൽ റൈറ്റ് ടു ലൈഫ് എന്ന സംഗതി വിത്ത് ഹ്യൂമൻ ഡിഗ്നിറ്റി ജീവിക്കാനുള്ള അവകാശം അത് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കേണ്ടത് ഓരോരുത്തരുടെയും റൈറ്റ് ടു സർവൈവർഷിപ്പിൻ്റെ ഭാഗമായി തന്നെ കാണേണ്ടതുണ്ട്. അതിന് വേണ്ടുന്ന സംവിധാനങ്ങളാണ് നമ്മളുടെ ഗവൺമെൻറ്റുകൾ, നമ്മളുടെ മറ്റ് പുരോഗമന സംഘടനകൾ, ഇനീഷ്യേറ്റീവ്സ്, വ്യക്തികൾ, കുടുംബങ്ങൾ എല്ലാം തന്നെ ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾ എല്ലാ കാലത്തും വിക്ടിമിന് നേരെ നടക്കുന്ന ഈ അതിക്രമത്തെ ആസ്വദിക്കുന്ന, വീണ്ടും വീണ്ടും ആസ്വദിക്കുന്ന, ഒരു ഫോണിൽ നിന്ന് മറ്റൊരു ഫോണിലേക്ക് ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കുന്ന, അത് തടയാൻ പറ്റുന്ന ഒരു നിയമപരമായിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവോ നിയമപരമായിട്ടുള്ള ഒരു സാധ്യത ഇല്ലാത്തൊരു ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ തന്നെ നിൽക്കുന്നത്. കാരണം ഇതൊക്കെ ഞാനും കണ്ടു കഴിഞ്ഞു. അപ്പോൾ കേരളത്തിന് ഇങ്ങേറ്റത്തിരിക്കുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള ആളുകളുടെ കയ്യിലേക്ക് പോലും ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര ഭീകരമാണ് ഈ അവസ്ഥ. റേപ്പ് ചെയ്യുന്ന പെൺകുട്ടി എത്ര വട്ടമാണ് ഈ ദൃശ്യങ്ങൾ ഓരോരുത്തരിലേക്ക് മാറി മാറി പോയിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും റേപ്പ് ചെയ്യപ്പെടുന്നത്. ഇതിനെ നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കുന്നത്? ഇതിന് ഏത് നിയമം കൊണ്ടാണ് നമ്മൾ തടയേണ്ടത്? അപ്പോൾ ഇവിടെയാണ് നമ്മളുടേതായ രീതിയിലുള്ള ഒരു സെൽഫ് ഡിഫെൻസ് മെക്കാനിസം ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യകത. നിയമം ഉറപ്പ് നൽകുന്നു, നിങ്ങളുടെ ശരീരത്തിന് നേരെ, നിങ്ങളുടെ സ്വത്തിന് നേരെ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആളുകളുടെ നേരെ അതിക്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ മരണം വരെ തിരികെ നൽകാവുന്ന രീതിയിലുള്ള സെൽഫ് ഡിഫെൻസ് എടുക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട് എന്ന് കൃത്യമായി തന്നെ നിയമം പറയുന്നുണ്ട്. അപ്പോൾ ആ ആപ്രിഹെൻഷൻ നമ്മളുടെ നേരെ നിലനിൽക്കത്തോളം കാലം നമുക്ക് സെൽഫ് ഡിഫെൻസ് എടുക്കാൻ സാധിക്കും. എടുക്കാൻ സാധിക്കണമെങ്കിൽ, ഒരു സ്ത്രീക്ക് ഒരു വിക്ടിമിനെ എടുക്കാൻ സാധിക്കണമെങ്കിൽ ആ രീതിയിൽ അവർ വളർത്തപ്പെടണം. ഒരു സോഷ്യലൈസേഷൻ ഈസ് എ മസ്റ്റ്. ആ സോഷ്യലൈസേഷൻ പ്രോസസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മീഡിയ എന്ത് ചെയ്യുന്നു, സന്നദ്ധ സംഘടനകൾ എന്ത് ചെയ്യുന്നു, പുരോഗമന പ്രസ്ഥാനങ്ങൾ എന്ത് ചെയ്യുന്നു, ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, വ്യക്തി എന്ത് ചെയ്യുന്നു എന്നതാണ് ഇവിടുത്തെ ചോദ്യം. യെസ്, ആ ചോദ്യം വളരെ ശക്തമായി നിൽക്കുമ്പോൾ അഡ്വക്കേറ്റ് ജഹാംഗീറിലേക്ക്. അഡ്വക്കേറ്റ് ജഹാംഗീർ, ജയഗീത ഉയർത്തുന്നതും ആശാ ഉണ്ണിത്താൻ ഉയർത്തുന്നതും അതാണ്. എല്ലാ നിയമങ്ങളൊക്കെയും സംവിധാനങ്ങൾ വളരെ ശക്തമാണ്. സമൂഹ മനസ്സിന്റെ അതിശക്തമായ ഇടപെടൽ അത് എത്രമാത്രം സാധ്യമാകും? വളരെ ചുരുക്കി, സമയപരിമിതിയുണ്ട്. മാഡവും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ജയഗീത മാഡവും ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് എനിക്ക് കേൾക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് എന്നെ ഫോണിൽ കണക്ട് ചെയ്തത്. എന്തായാലും ഒരു സ്ത്രീ ശരീരത്തെ ആക്രമിച്ച് ഒരു സ്ത്രീ മനസ്സിനെ എന്നേക്കുമായിട്ട് കൊന്നുകളയും ചെയ്യുന്നതാണ് ബലാത്സംഗം എന്നെനിക്ക് തോന്നുന്നു. പക്ഷേ ഒരുപക്ഷെ നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള മനുഷ്യരാശിയുടെ പ്രാരംഭഘട്ടം അത്തോളം പഴക്കമുള്ള ഒരു കുറ്റകൃത്യമായിട്ടാണ് ബലാത്സംഗത്തെ നിയമശാസ്ത്രം പരിഗണിച്ചു പോരുന്നത്. നമ്മുടെ ഇന്ത്യക്കകത്ത് ഏറ്റവും ആസുരമായിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ടുള്ള ഭീതിഗതമായ വാർത്തകളാണ് എല്ലാ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ച് പറയുന്നത് ഓരോ 20 മിനിറ്റിലും ഒരു സ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെടുന്ന നാട് എന്നുള്ളതാണ്. നമ്മുടെ നാട് ആ നിലയ്ക്ക് കുപ്രശസ്തമാകുന്നതിനകത്ത് നമ്മുടെ സാമൂഹ്യ ശാസ്ത്രജ്ഞരോ നിയമപണ്ഡിതരോ ജുഡീഷ്യറിയോ നമ്മുടെ സാമൂഹ്യ ശാസ്ത്രം തന്നെയോ ഭരണകൂടങ്ങളോ ഒന്നും തന്നെ ശാശ്വതമായ അതിന്റെ കാരണങ്ങൾ കണ്ടെത്തുകയോ ശാശ്വതമായ ഒരു പോംവഴി കണ്ടെത്തുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ദുരന്തം. നമ്മൾ ഓരോ തവണ ഇത്തരം നിർഭാഗ്യകരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മുടെ നിയമ സംവിധാനത്തെ പഴിക്കുകയാണ് ചെയ്യുന്നത്. അത് തീർച്ചയായിട്ടും അടിസ്ഥാനരഹിതമായ ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ലോകത്തിൽ തന്നെ ഏറ്റവും ശക്തമായ സ്ത്രീ ശരീരത്തിനെതിരെയും സ്ത്രീത്വത്തിനെതിരെയുമുള്ള അതിക്രമങ്ങൾക്കെതിരെ ഏറ്റവും ശക്തമായ നിയമ സംവിധാനം നിലനിൽക്കുന്ന രാജ്യം തന്നെയാണ് നമ്മുടേത്. പക്ഷേ അതിനകത്ത് ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ മാത്രം അത് അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ദൗർഭാഗ്യമായിട്ടുള്ള സൗമ്യ എന്ന പെൺകുട്ടി ആക്രമിച്ച് ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ടതിന്റെ 4ാം വാർഷികമായിട്ട് 2 ദിവസം മുമ്പ് ഇന്നും ആ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട ആള് ജയിലിലാണ്. ഒരു കോടതി അദ്ദേഹത്തിന് വിധിച്ചിട്ടുള്ള ശിക്ഷ നടപ്പിലാക്കുവാനോ അദ്ദേഹത്തിന്റെ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഈ രാജ്യത്തിന്റെ പരമോന്നത കോടതിയിൽ ആ കേസ് ഭംഗിയായി നടത്താനുള്ള സാമ്പത്തികം പോലും നമ്മുടെ ഗവൺമെന്റിന്റെ കയ്യിൽ ഇല്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് നമ്മുടെ ഭരണകൂടം എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്തുള്ള ദൗർഭാഗ്യമായ അവസ്ഥ. യെസ്, ആ ദൗർഭാഗ്യം ഏതു തരത്തിലാണ് പരിഹരിക്കേണ്ടത്? ആരാണ്? അഡ്വക്കേറ്റ് ആശാ ഉണ്ണിത്താൻ, അഡ്വക്കേറ്റ് ജഹാംഗീർ, ജയഗീത, 9 മണിക്ക് ഈ വിഷയം വളരെ വിശദമായി നാം ചർച്ച ചെയ്യുമ്പോൾ 3 പേരുടെയും പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നു, ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ. വളരെ നന്ദി അഡ്വക്കേറ്റ് ആശാ ഉണ്ണിത്താൻ, അഡ്വക്കേറ്റ് ജഹാംഗീർ, ജയഗീത പ്രതികരിച്ചതിന്. പീപ്പിൾ ടിവി സുനിത കൃഷ്ണന്റെ ഷെയിം ദി റേപ്പിസ്റ്റുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയപ്പോഴും ദൃശ്യങ്ങൾ പുറത്തു കാണിച്ചപ്പോഴും ഈ ദൃശ്യങ്ങളുടെ പേരിലാണ് സുനിത കൃഷ്ണൻ ആക്രമിക്കപ്പെട്ടത്. അതോടൊപ്പം
തുടർന്നും ആക്രമണം ഉണ്ടാകുമെന്ന് അവർ ഭീഷണി നേരിടുന്ന ഘട്ടത്തിൽ പീപ്പിൾ ടിവിയോട് ഇത്തരം കാര്യങ്ങൾ അവർ പങ്കുവയ്ക്കുകയും ചെയ്തപ്പോൾ തെരഞ്ഞെടുത്ത ചിത്രങ്ങൾ മാത്രമാണ് പീപ്പിൾ ടിവി സംപ്രേഷണം ചെയ്യുകയും ചെയ്തത്. യെസ്, ഇത്തരം കാര്യങ്ങൾ പീപ്പിൾ ടിവി കൈകാര്യം ചെയ്യുമ്പോൾ ചർച്ചകളിലേക്ക് അതിഥികളെ ക്ഷണിക്കുകയും ചർച്ച നടത്തുകയും ചെയ്യുമ്പോൾ ഷെയിം ദി റേപ്പിസ്റ്റുമായി ബന്ധപ്പെട്ട് ബലാത്സംഗത്തിനെതിരെ ഉണരുന്ന വികാരം അത് വളരെ തീവ്രമാക്കുക, അത്തരം പോരാട്ടങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക, ഇതാണ് പീപ്പിൾ ടിവി ലക്ഷ്യമിട്ടതും ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുത്ത ദൃശ്യങ്ങൾ മാത്രം പ്രേക്ഷക സമൂഹത്തിന് മുന്നിൽ മുന്നോട്ട് കൊണ്ടുവന്നതും. ആ ദൃശ്യങ്ങൾ കാണുകയും ആ ചർച്ചയിൽ പങ്കെടുക്കുകയും ഭാഗഭാക്കാക്കുകയും ചെയ്യുമ്പോൾ രാജ്യത്ത് ഒരു തരത്തിലും ആ സ്ത്രീകൾക്കു നേരെ ആക്രമണമോ ബലാത്സംഗമോ ഉണ്ടാകാൻ പാടില്ല എന്ന കണിശതയും നിലപാടുമാണ് പീപ്പിൾ ടിവി അർത്ഥമാക്കുന്നതും ലക്ഷ്യമിടുന്നതും.